സാധാരണക്കാരനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആഗോള ഇന്ധന വിപണിയിൽ ഇപ്പോൾ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചുയർന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ലോകം കാണുന്ന ഏറ്റവും വലിയ പ്രൈസ് ഹൈക്കാണിത്. ന്യൂയോർക്ക് വിപണിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $104, അമേരിക്കൻ സൂചിക WTI $108 എത്തി നിൽക്കുന്നത്. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 35% വർധനവ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ പ്രധാന കാരണം പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാൻ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട യുദ്ധ സാഹചര്യം തന്നെയാണ്. നമുക്കിതിന്റെ ഓരോ വശങ്ങളും പരിശോധിക്കാം. എന്തുകൊണ്ടാണ് എല്ലാവരും ഇറാനെ പേടിക്കുന്നത്? അതിനുള്ള ഉത്തരം ഹോർമസ് കടലെടുക്ക് എന്ന ഇടുങ്ങിയ ജലപാതയാണ്. ലോകത്തിന്റെ ഇന്ധനധമനി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ലോകത്താകെ ഉപയോഗിക്കുന്ന എണ്ണയുടെ 20% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇറാൻ ഈ പാത അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഷിപ്പിംഗ് കമ്പനികൾ വളരെയധികം ഭയത്തിലാണ്. ടാങ്കറുകൾ വരാൻ മടിക്കുന്നതോടെ എണ്ണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഒരു സപ്ലൈ ചെയിൻ കൊളാപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എണ്ണയുണ്ടെങ്കിലും അത് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഇറാന്റെ ഈ നീക്കം മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ഒപെക് രാജ്യങ്ങളിൽ 5ാം സ്ഥാനത്തുള്ള കുവൈത്ത് തങ്ങളുടെ ഉൽപാദനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിഫൈനറികളുടെ പ്രവർത്തനത്തിൽ അവർ മുൻകരുതൽ എടുക്കുകയാണ്. ഇതിലും ഭയാനകമാണ് ഇറാഖിലെ അവസ്ഥ. ഇറാഖിന്റെ തെക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള ഉൽപാദനം 70% ഇടിഞ്ഞിട്ടുണ്ട്. യുദ്ധം കാരണം തൊഴിലാളികൾ പണിക്ക് വരാത്തതും നാശനഷ്ടങ്ങൾ ഉണ്ടായതുമാണ് ഇതിന് കാരണം. പ്രതിദിനം 43 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇറാഖിൽ ഇപ്പോൾ ലഭിക്കുന്നത് വെറും 13 ലക്ഷം ബാരൽ മാത്രമാണ്. UAE പോലുള്ള രാജ്യങ്ങളും തങ്ങളുടെ ഓഫ് ഷോർ ഉൽപ്പാദനം അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ഇറാനിലെ ലേറ്റസ്റ്റ് രാഷ്ട്രീയ മാറ്റങ്ങളാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം മകൻ മുജ്തബ ഖമേനി പുതിയ സുപ്രീം ലീഡറായി അധികാരമേറ്റത് ലോകം ഉറ്റുനോക്കുകയാണ്. പുതിയ നേതൃത്വം തങ്ങളുടെ പവർ തെളിയിക്കാൻ ഹോർമുസ് കടലിടുക്കിനെ ഒരു ആയുധമായി ഉപയോഗിക്കുമോ എന്നാണ് നിക്ഷേപകരുടെ പേടി. മുജ്തബയുടെ ഹാർഡ് ലൈൻ പോളിസികൾ വിപണിയിൽ കൂടുതൽ പാനിക് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ പ്രതിസന്ധിക്കിടയിലും അമേരിക്കൻ ഭരണകൂടം വിപണിയിൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുദ്ധം ഇതിനോടകം ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ നാം കാണുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥനായ ക്രിസ് റൈറ്റ് പറയുന്നത് കപ്പൽ ഗതാഗതം ഉടൻ സാധാരണ നിലയിലാക്കുമെന്നാണ്. ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഈ ഒരു ഫിയർ ഫാക്ടർ അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ വലിയ രാജ്യങ്ങളുടെ കഥയല്ലേ എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ അല്ല. എണ്ണവില കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അതായത് നിങ്ങൾ വാങ്ങുന്ന അരി മുതൽ പച്ചക്കറിക്ക് വരെ വില കൂടും. ഇത് വലിയൊരു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിലേക്ക് നയിക്കും. ഈ പ്രതിസന്ധി നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് എത്ര അപകടകരമാണ് എന്നത്. സോളാർ എനർജി, വിൻഡ് എനർജി തുടങ്ങിയ റിന്യൂവബിൾ എനർജി സ്രോതസ്സുകളിലേക്ക് മാറേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ $100 വിലക്കയറ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ കനൽ കെടാതെ ഇന്ധന വിപണിയിൽ സമാധാനം ഉണ്ടാകില്ല. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം ഹോർമുസ് കടലെടുക്ക് ഒരു ഭീഷണിയായി തന്നെ തുടരും. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഉൽപാദനം കൂട്ടുമോ എന്നും നമ്മൾ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.